സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ടോമിനെയും ഡോക്ടർ ഫെൽസിനെയും ക്ഷണിക്കുന്നു. കേന്ദ്ര കഥാപാത്രങ്ങൾ അലക്സും ടീനുവും ആണെങ്കിൽ പോലും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഇന്നത്തെ ഉടമ്പടി രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്. വിവാഹത്തിന് വധുവരന്മാർ ഉടമ്പടി വയ്ക്കുമ്പോൾ കല്യാണ നിശ്ചയത്തിന്, കല്യാണ ഉറപ്പിന് രണ്ട് കുടുംബങ്ങളാണ് ഉടമ്പടി തയ്യാറാക്കുക. തങ്ങളുടെ മക്കൾക്ക് അനുയോജ്യരായ വധുവരന്മാരെ കണ്ടെത്തി മക്കളെ പൂർണ്ണ സമ്മതത്തോടുകൂടി ഈ കല്യാണം നടത്താനുള്ള സമ്മതം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്ന ദിനമാണിന്ന്. വളരെ ഇന്നത്തെ ചടങ്ങ് ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്നതിന്, അതുപോലെ തന്നെ ഇന്നെടുക്കുന്ന ആ ഉടമ്പടി ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കാര്യമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും വേണ്ടിയിരിക്കും. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. വാഗ്ദാനങ്ങളിൽ വിശ്വാസനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഉറപ്പിക്കുവാൻ പോകുന്ന ഈ വിവാഹ ഉടമ്പടിയിൽ അങ്ങ് സംപ്രീതനാകണമേ. പൂർവ്വപിതാക്കന്മാരായ അബ്രാഹവും ഇസഹാക്കും യാക്കോബും ഉടമ്പടിയിൽ അങ്ങ് സംപ്രീതനായല്ലോ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഉറപ്പിക്കുവാൻ പോകുന്ന ഈ വിവാഹ ഉടമ്പടിയിലും അങ്ങ് സംപ്രീതനാകണമേ. ഉടമ്പടികളെ ലംഘിക്കുന്നവർക്ക് കഠിന ശിക്ഷ നൽകുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ കോപത്തിനിടയാകാതിരിക്കട്ടെ. ഞങ്ങളിപ്പോൾ ഉറപ്പിക്കുവാൻ പോകുന്ന ഉടമ്പടിയിൽ വിശ്വസ്തരായി നിലനിൽക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ഇതുവഴി ബന്ധിതരാകാൻ പോകുന്ന ഞങ്ങളുടെ അലക്സിൻ്റെയും ടീനുവിൻ്റെയും ഹൃദയങ്ങളെ എന്നും ഒരുമയിൽ നിലനിർത്തണമേ. അവരെ അങ്ങയുടെ കൃപാവരത്താൽ സമ്പന്നരാക്കുകയും ചെയ്യണമേ. സകലത്തിലെയും നാഥ എന്നേക്കും. സഹോദരരെ, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. ആദ്യത്തെ ഉടമ്പടി കുറ്റമറ്റതായിരുന്നുവെങ്കിൽ രക്ഷയുമില്ല. ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനത്തോട് ഞാൻ ചെയ്യാൻ പോകുന്ന ഉടമ്പടി ഇതാവുന്നുവെന്ന് കർത്താവ് പറയുന്നു. എൻ്റെ അനുശാസനങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ അവ ആലേഖനം ചെയ്യും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും.
പ്രതീക്ഷയോടും കൂടെ ഉടമ്പടി പാലിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവപിതാവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങൾ ഇന്ന് ആരംഭിക്കുന്ന കുടുംബ ബന്ധം അഭംഗം നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങൾ ഉറപ്പിക്കുന്ന വിവാഹ ഉടമ്പടി ഭാവി നന്മയ്ക്ക് ഉപകരിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിനും സഹായ സഹകരണങ്ങൾക്കും ഈ ഉടമ്പടി അടിസ്ഥാനമായി ഭവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ ഉടമ്പടി മൂലം വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അലക്സിനെയും ടീനുവിനെയും പരസ്പര സ്നേഹത്തിലും വിശ്വസ്തതയിലും മരണം വരെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വാഗ്ദാനങ്ങളിൽ വിശ്വാസം ബൈബിളില് വാഗ്ദാനങ്ങളിൽ വിശ്വാസനും ഉടമ്പടികളിൽ തീക്ഷ്ണതയുള്ളവനുമായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ നടത്തുന്ന ഈ വിവാഹ ഉടമ്പടിയെ അങ്ങ് ഉറപ്പിക്കണമേ. ഈ ഉടമ്പടിയിൽ എന്നും ഉറച്ചു നിൽക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ഉറപ്പിക്കുന്ന ഈ ഉടമ്പടി വഴി വിവാഹിതരാകാൻ പോകുന്ന വ്യക്തികളെ അങ്ങയുടെ ചൈതന്യം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയിൽ ഞങ്ങളെ ബന്ധിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ പരസ്പര സ്നേഹത്തിലും ധാരണയിലും വളർത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ, കരുണതൻ നിറകുടമാകുമമ്മേ. ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ, കരുണതൻ നിറകുടമാകുമമ്മേ. കനിവോടെ ഇവരെ നീ കാക്കണമേ, കന്യകമാരുടെ റാണിനീ. എത്രയും ദയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഇരിക്കണം. നമുക്ക് ഇവരെ രണ്ടുപേരും പരിചയപ്പെടണ്ടേ? ടീനുവിനെയും അലക്സിനെയും. ആദ്യം നമുക്ക് ടീനുവിൽ തുടങ്ങാം. ടീനുവിൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഫാദറോ ആരെങ്കിലും വന്ന് കുടുംബം പരിചയപ്പെടുന്നത്. ടീനുവിനെയും സഹോദരങ്ങളെയും പ്ലീസ്. ടീനു ബേബിയിൽ നിന്നാണ് 1 മുതൽ 10 വരെ ആനിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് പഠിച്ചത്. +2 മുതലക്കുളം സ്കൂളിലാണ് പഠിച്ചത്. BSc നിർമ്മല കോളേജിലാണ് പഠിച്ചത്. MSc കോതമംഗലം MA കോളേജിലാണ് പഠിച്ചത്. B.Ed
മൂവാറ്റുപുഴ SNDP-യിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പോൾ കോതമംഗലം MA കോളേജിൽ ടെമ്പററി പോസ്റ്റിൽ ജോലി ചെയ്യുകയാണ്. പിന്നെ ഞങ്ങൾ 3 മക്കളാണ്, 2 പെണ്ണും 1 ആണും. ആണ് IT ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൈവറ്റാണ്, ഡെവലപ്പറായിട്ട് ജോലി ചെയ്യുന്നു. മൂത്ത മോള് സിസ്റ്ററാണ് CMC-യിൽ. ഇപ്പോൾ ആലുവയിലാണ്. 7 വർഷം കഴിഞ്ഞു ഉടുപ്പിട്ടിട്ട്. പറഞ്ഞില്ല. എൻ്റെ ഭാര്യ ലൂസി ഇവിടെയുണ്ട്. എൻ്റെ അനിയനും അനിയത്തിയും വന്നിട്ടുണ്ട്. വേറൊരു അനിയനും അനിയത്തിയുടെ ഭാര്യ വന്നിട്ടുണ്ട്. 7. പിന്നെ മൂത്ത പെങ്ങളുടെ ഭർത്താവാണ്, അളിയും വന്നിട്ടുണ്ട്. ഇയാളെ പെങ്ങളുടെ കൊച്ചും വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അളിയൻ്റെ ഭാര്യയുടെ ആങ്ങളയുടെ മകനാണ് ഇത്. പിന്നെ ഭാര്യയുടെ ചേട്ടത്തിയുടെ രണ്ടുപേരും ചേർന്ന് മുറിക്കും. ക്ലാപ്പ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യല്ലേ. ചെറിയൊരു കഷ്ണം എടുത്തിട്ട് കൊടുക്കും. ഓക്കെ. Happy birthday, you Alexis. Happy birthday to you. Good God bless you. May the good God bless you. May the good God bless you, dear Alex. Birthday to you.